ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഒരു വിജയം, തീർത്തും അപ്രതീക്ഷിതം. അതാണ് UDF-നുണ്ടായത്. അതിന് ശേഷം ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നതാണ് ചർച്ചാ വിഷയം. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. 43 മുതൽ ഞാൻ ഖദർ ധരിക്കുന്നുണ്ട്, ഇന്നേ വരെ. 43 മുതൽ 1940 വ്യക്തി സത്യാഗ്രഹത്തിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് കോൺഗ്രസിലെ ഏറ്റവും മുതിർന്നവരുമായി എല്ലാവരുമായും വളരെ അടുത്ത സ്നേഹബന്ധവുമുണ്ട്. ഈ പരിചയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കാം. കോൺഗ്രസ് ആണല്ലോ മുഖ്യകക്ഷി. 3 പേരാണ് മുഖ്യമന്ത്രിയാവാനുള്ള പോരാട്ടം എന്ന് തന്നെ പറയണം, മുൻപന്തിയിലുള്ളത്. അതിൽ 2 പേരെ എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്നവരാണ്. 2 പേർ. അത് ശ്രീ KC വേണുഗോപാലും രമേശൻ ചെന്നിത്തലയുമാണ്. വളരെ അടുത്ത പരിചയം ഈ 2 പേരുമായിട്ടുണ്ട്. അത്ര അടുത്ത ഒരു പരിചയമോ സ്നേഹബന്ധമോ VD സതീശനുമായിട്ടില്ല. 2-3 തവണ കണ്ടിട്ടുണ്ട്. ഇത് അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഈ പരിചയം പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ചാനൽ കാണലാണ് പണി. അപ്പം ചാനലിൽ വരുന്ന വാർത്തകളുടെ, പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ, എൻ്റെ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുക ശ്രീ വേണുഗോപാലനാണ്. അത് വേണുഗോപാലൻ എൻ്റെ നാട്ടുകാരനായി എന്നതുകൊണ്ട് മാത്രമല്ല. വേണുഗോപാലൻ്റെ അർഹത, വേണുഗോപാലൻ്റെ ഗുണങ്ങൾ. സത്യത്തിൽ വേണുഗോപാലനുമായി പരിചയം ഉണ്ടാകുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ അമ്മ ജാനകി ഏടത്തിയെ നല്ലതുപോലെ അറിയാവുന്ന ഒരു സ്ഥലമാണ്. ആ നാട് മുഴുവൻ ജാനകി ഏടത്തിയെ അത്യന്തം സ്നേഹത്തോടെ, അവർ മരിച്ചു, ഇന്നില്ല അവര്, എങ്കിലും ആ നാട്ടുകാർ ഇപ്പോഴും ജാതി മത കക്ഷി ഭേദമില്ലാതെ ജാനകി ഏടത്തിയെ ഓർക്കുന്നുണ്ട്. ജാനകി ഏടത്തിയുടെ വീട്ടിൽ വിശന്ന് വലഞ്ഞ് ഏതൊരുത്തനും കയറി ചെന്നാൽ മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് അവരെ മടക്കി അയക്കുകയുള്ളൂ. ഈ ഒരു പാരമ്പര്യം വേണുഗോപാലനും തുടരുന്നുണ്ട്. വേണുഗോപാലനും പാവപ്പെട്ടവരോട് പരമാവധി കരുണയുള്ള വ്യക്തിയാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവ വിശേഷമാണ് ഇത്. ഒരു പൊതുപ്രവർത്തകന് അവശ്യം വേണ്ടുന്ന ഒരു ഗുണമാണ് പാവങ്ങളോടുള്ള കരുണ. വേണുഗോപാലൻ അത് വേണ്ടുമ്പോൾ. ഇനി കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേണുഗോപാലൻ പാർലമെൻറ്റിലാവട്ടെ അസംബ്ലിയിലാവട്ടെ എല്ലാ ദിക്കിലും തൻ്റെ കരുണ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനി മറ്റൊരു കാര്യം,
ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആരാധകനാണ്. രാഹുൽ ഗാന്ധി കഴിവുകെട്ടവനാണ്, ബഫൂണാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികളും പാർട്ടികളും ഇന്ത്യയിലുണ്ട്. അവരാരാണെന്ന് ഞാൻ പറയേണ്ടുന്ന ആവശ്യമേ ഇല്ല. വെറും വ്യക്തിവൈരാഗ്യം നിമിത്തം മാത്രമാണ് അത്തരം ആരോപണങ്ങൾ വരുന്നത്. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. സത്യത്തിൽ ഇന്ത്യയുടെ നാളത്തെ ഭരണാധികാരി എൻ്റെ കണക്കുകൂട്ടലിൽ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് പിറകിൽ നിന്ന് വേണുഗോപാലൻ. രാഹുൽ ഗാന്ധി പൊട്ടനൊന്നുമല്ല. രാഹുൽ ഗാന്ധി കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ ആത്മമിത്രമായി സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആത്മമിത്രമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് രാഹുൽ ഗാന്ധി വേണുഗോപാൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. ഇതും വേണുഗോപാലൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പിന്നെ വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതിന് ഒരു തടസ്സമായി, ഒരു ദോഷമായി ചില പാർട്ടികളും വ്യക്തികളും പറയുന്ന ഒരു കാരണം, വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ സ്ഥാനം രാജിവെക്കണം. അപ്പോൾ വീണ്ടും ഇലക്ഷൻ വേണ്ടി വരും. അത് ഉളവാക്കുന്ന ഭീമമായ ചിലവ്. സത്യത്തിൽ ഒരു സ്റ്റേറ്റ് എന്തൊക്കെ ഇനത്തിൽ ചിലവ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ നന്മക്കായി, സ്റ്റേറ്റിൻ്റെ ഭാസുരമായ ഒരു ഭാവിക്കായി, നിലനിൽപ്പിനായി ഒരു ചെറിയ തുക, ടോട്ടൽ ചിലവ് ഒരു സ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഒരു രണ്ടാം ഇലക്ഷനും കൂടി നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വാദം വലിയ കഴമ്പുള്ളതല്ല എന്നാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. വേണുഗോപാലൻ വരട്ടെ, നാട് നന്നായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ക്ഷണിച്ചു വരുത്തിയ ഒരു തോൽവി, കൂടുതൽ പറയുന്നില്ല. എനിക്ക് കോൺഗ്രസിൽ സുഹൃത്തുക്കൾ ഉള്ളതുപോലെ തന്നെ ആത്മമിത്രങ്ങൾ ഇടതുപക്ഷത്തുമുണ്ട്. ക്ഷണിച്ചു വരുത്തിയ ഒരു പരാജയം. എത്ര മന്ത്രിമാര്, 13 മന്ത്രിമാരല്ലേ. ദയനീയമായ തോൽവി, ദയനീയമായ. ഈ തോറ്റതിൽ എൻ്റെ സുഹൃത്തുക്കളുമുണ്ട്. ഞാൻ ബഹുമാനിക്കുന്നവരുണ്ട്, അത്രയേറെ ബഹുമാനിക്കാത്തവരുമുണ്ട്. ക്ഷണിച്ചു വരുത്തിയ ഒരു വീഴ്ച, പരാജയമാണ് ഇടതുപക്ഷത്. കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ സതീശന് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതാണ് കാണുന്നത്. അപ്പോ പൊതുവികാരം മറുഭാഗത്തേക്കാണ്. അതെന്താണ് കാണുമ്പോൾ തോന്നുന്നത്? പൊതുവികാരം മറുഭാഗത്തേക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ ഈ നാടായ നാട് മുഴുവനും ഫ്ലക്സ് വെക്കലും സിന്ദാബാദ് വിളിക്കലും ഘോഷയാത്ര നടത്തലും ഇതൊക്കെ ജനങ്ങൾ സ്വമേധയാ ചെയ്യുന്നതാണെന്ന്
അതിനും മാത്രം അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ നമ്മൾ? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇന്ന ആളെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ, സ്വമേധയാ ചെയ്യുന്നതാണ്. അല്ലേ അല്ല. ഈ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു തുടക്കത്തിൽ തന്നെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നതായി പോയോ ഈ തർക്കം? തീർച്ചയായിട്ടും അസുഖകരമായ ഒരനുഭവമാണത്. പക്ഷേ വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് ഇത്തവണ UDF വിജയിച്ചിട്ടില്ലെങ്കിൽ വനവാസം നടക്കാൻ പോകുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് വി.ഡി. സതീശൻ. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സുഹൃത്ത്, നമ്മളെ കേരളത്തിൽ എവിടെയാണ് ഇപ്പൊ വനമുള്ളത്? അത് മുഴുവൻ കയ്യേറി മുറിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലേ? അപ്പൊ വനവാസത്തിനൊന്നും പോകാൻ ആർക്കും കഴിയില്ല. കോൺഫിഡൻസിനെയൊക്കെ വില വെക്കുന്നുണ്ട്. പക്ഷെ വനമില്ല. അല്പം തമാശയായിട്ടാ പറയുന്നത്. വനമുണ്ടോ എവിടെയെങ്കിലും? എല്ലാം മുറിച്ച് കടത്തി വിറ്റില്ലേ? ഇപ്പോഴ് അതും കഴിഞ്ഞ് നമ്മൾ കേരളവും കഴിഞ്ഞ് നിക്കോബാർ ദ്വീപുകളിലേക്കാണ് പോയിട്ട് കോടാനുകോടി ഉറുപ്പിക വിലമുള്ള മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റുന്നത്. ഇതിൽ കുറച്ചുകൂടി ന്യായം പറയാൻ അർഹതയുള്ളത് സതീശനല്ലേ? ശരിക്കും അയാൾ 5 വർഷം സർക്കാരിനോട് പൊരുതി ഒരു വലിയ വിജയം ഉണ്ടാക്കി. അപ്പോൾ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായ സതീശന് അവകാശമില്ല. അപ്പോൾ ആ നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അയാൾ പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നതിൽ അയാൾക്ക് അർഹതയില്ല എന്ന് പറയാൻ കഴിയും. അർഹതയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. നിങ്ങൾ പൊരുതിയത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രമേശൻ, ചെന്നിത്തല, എന്തൊക്കെ ആരോപണങ്ങൾ! ചെന്നിത്തല കൊണ്ടുവന്ന ഒരൊറ്റ ആരോപണം പോലും അടിസ്ഥാനരഹിതമല്ല. പഠിച്ച് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമേ രമേശൻ ഒരാരോപണം ഗവൺമെന്റിനെതിരായി ഉന്നയിച്ചിട്ടുള്ളൂ. അർഹതയുടെ കാര്യം നോക്കുവാണെങ്കിൽ 3 ആൾക്കും അർഹതയുണ്ടാകും. 3 ആൾക്കും ഉണ്ടാകും. കെ സി വേണുഗോപാൽ മത്സരിച്ച് MLA ആയ ഒരാളല്ല. അപ്പോൾ ആ നിലയ്ക്ക് MLA ആയവരിൽ നിന്നല്ലേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം? അങ്ങനെയില്ല. ഇവിടെ എത്രയോ ഉദാഹരണങ്ങളില്ലേ? ഉദാഹരണം കോൺഗ്രസിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ അല്ലാതെ വന്നവരില്ലേ? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നേതാക്കന്മാരാരെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങേ ബന്ധപ്പെട്ടിരുന്നു ഈ സന്തോഷം പങ്കുവെക്കാനോ അല്ലെ അഭിപ്രായം ചോദിക്കാനോ അങ്ങനെ എന്ത്? ഞാനൊരു 97 വയസ്സായ രോഗിയായ ഒരു വ്യക്തി. അതിനൊന്നും നിൽക്കാറില്ല. അത്ര തന്നെ അല്ലെങ്കിൽ അതിലും ജാസ്തി അടുപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളുമായിട്ടുണ്ട്, ലീഗിലെ നേതാക്കളുമായിട്ടുണ്ട്. ഞാൻ നന്മയിൽ വിശ്വസിക്കുന്നവനാ. ഈ നന്മ ലീഗുകാരനിൽ കണ്ടാൽ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിൽ കണ്ടാൽ, കോൺഗ്രസിലെ ഒരു നേതാവിൽ അംഗീകരിക്കാൻ എനിക്കൊരു വിഷമവുമില്ല. ഈ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സൈബർ ആക്രമണമാണ് നടത്തുന്നത്. ഒരുപക്ഷെ അങ്ങേത് പറഞ്ഞതിന് പിന്നാലെ അങ്ങേക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകും. അതാണ് അനുഭവങ്ങൾ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ? സൈബർ ആക്രമണം എനിക്ക് ബാധകമാണ്. കാരണം എന്താണെന്നറിയോ? എന്താണ് ഈ സൈബർ സാധനം എന്ന് വരെ എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും വിലപിടിച്ച ഫോണൊക്കെ ഉണ്ട്. എൻ്റെ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നത് സത്യം. ഒരിക്കൽ MA ബേബി എന്നോട് ചോദിച്ചു, പപ്പേട്ടൻ്റെ ഈ ടിപ്പോയിയുടെ മുകളിൽ ഏറ്റവും വിലപിടിച്ച 3 ഫോണുണ്ട്, സത്യമാണ്? ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് അതൊക്കെ തൊട്ട് ഇങ്ങനെ കളിക്കുക കുട്ടികളെ പോലെ. സത്യത്തിൽ ഇപ്പോഴും അത് തന്നെ സ്ഥിതി. ഇപ്പോഴും എനിക്കറിയില്ല. പലരും എന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്.
ഞാൻ പറയും എനിക്ക് തലവേദന വരും. ഇതൊന്നും പഠിക്കാതെ ഈ 97 കൊല്ലായില്ലേ, ഇതില്ലാണ്ടങ്ങ് പോട്ടെ. ഈ CPIM-ന്റെ പരാജയത്തിന് കാരണം നേതാക്കളുടെ ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്ന് അകന്നതും ഒക്കെയാണെന്ന് അവരുടെ അണികൾ തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കാണുന്നത്? അങ്ങനെ ഒരു ഉണ്ടായോ? അക്ഷരം പ്രതി സത്യം, ഒരു വിഷമവുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമാണോ അല്ലെങ്കിൽ ചില നിലപാടുകളോടുള്ള എതിർപ്പാണോ? ഈ പാർട്ടിയുടെ സ്ഥാപകനായിട്ട് നാമൊക്കെ കരുതുന്നത് പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ള ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ പി കൃഷ്ണപിള്ളയെ കണ്ട ഒരു വ്യക്തി, ആ കാഴ്ചയെക്കുറിച്ച് അന്നത്തെ ദേശാഭിമാനിയിൽ എഴുതിയ 48 എഴുതിയ ഒരു വ്യക്തി ഞാനാണ്, പി കൃഷ്ണപിള്ള. ഒരു ഷർട്ട് ഒരു മുണ്ട്, ഇതാണ് കൃഷ്ണപിള്ളക്ക് ഉണ്ടായിരുന്നത്. ഒരു ഷർട്ട് ഒരു മുണ്ട്. പോകുന്ന ദിക്കിൽ രാത്രി അദ്ദേഹം തന്നെ ഉറങ്ങുന്നതിന് മുൻപ് ഈ മുണ്ടും ഷർട്ടും കുത്തി തിരുമ്പി പിഴിഞ്ഞ് ആറിയിടും. പിറ്റേന്ന് രാവിലെ അത് ഉണങ്ങിയാലും ഉണങ്ങിയിട്ടില്ല അതും ഉടുത്തിട്ടാണ് പോകുന്നത്. ഖദറാണ്. 48 ഞാൻ കണ്ടത്. 48 ഞാൻ കണ്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് കടി ഏൽക്കുകയും ഉണ്ടായി. കൃഷ്ണപിള്ളയുടെ ജീവിതം അതിലും ലാളിത്യമുള്ള ഒരു ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ല. ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു നേതാവ് ഏതെങ്കിലും ലളിത ജീവിതം നയിക്കുന്നുണ്ടോ? ഏതെങ്കിലും? കോൺഗ്രസ് ആയാലും ശരി, മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ശരി, ലീഗ് ആയാലും ശരി, ലളിത ജീവിതം അറിയില്ല. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായി മാറ്റം ഉണ്ടാവില്ലേ? അങ്ങനെ എല്ലാത്തിനും അമ്മേനെ അടിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എത്രയോ ആൾ അടിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. നാട്ടിലുള്ള മാറ്റമല്ലേ എന്നും പറഞ്ഞ് അമ്മേനെ കൊല്ലാൻ കഴിയുമോ? അടിക്കാൻ കഴിയുമോ? പത്രങ്ങളിൽ വായിക്കുന്നില്ലേ മക്കള്? ഭരണത്തിനെതിരെയുള്ള ഒരു വികാരമല്ല, ഈ പ്രവണതകൾക്കെതിരെയുള്ള വികാരമാണ്. എന്താണ് അങ്ങയുടെ ഭരണം? എടോ, ഈ പ്രവണതയുള്ളവരല്ലേ ഭരിക്കുന്നത്. ഈ പ്രവണതയുള്ളവരല്ലേ ഭരിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? BJP ജയിച്ചു വന്നവരൊക്കെ എങ്ങനെയാണ് കാണുന്നത്? 3 സീറ്റിൽ BJP ജയിച്ചു. ആപൽ സൂചന. ആവർത്തിച്ചു. ആപൽ സൂചന.